Okay, next we can move on to the features or characteristics of company. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇപ്പം ഇവിടെ കുറച്ച് വ്യക്തികളുണ്ട്. ഓക്കെ, അപ്പം ഈ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അവരതിന് വേണ്ട ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഒഫീഷ്യലി അതിനെ എക്സിസ്റ്റൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കമ്പനിയെ ഒഫീഷ്യലി ഒരു ലീഗലി അതിനെ എക്സിസ്റ്റൻസിൽ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം ഈ മെമ്പേഴ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ട കുറച്ച് വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻകോർപ്പറേഷൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പനി cannot create its own. സ്വന്തമായിട്ട് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുമോ? ഇല്ല, നോ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സം പീപ്പിൾ. കുറച്ച് വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, കമ്പനിയെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കമ്പനി കനോട്ട് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സം പീപ്പിൾ. ഓക്കെ, കുറച്ച് വ്യക്തികൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കമ്പനി എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ബൈ സം മെമ്പേഴ്സ് അല്ലെങ്കിൽ സം പീപ്പിൾ. കുറച്ച് വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ കമ്പനി എന്ത് ചെയ്തത്, ഇൻകോർപ്പറേറ്റ് ചെയ്യിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ കുറച്ച് മെമ്പേഴ്സിൻ്റെ അസോസിയേഷൻ കൊണ്ടാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞത്, കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് ഒഫീഷ്യലി കം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ അസോസിയേഷൻ ഓഫ് സം പീപ്പിൾ. കുറച്ച് വ്യക്തികളുടെ ശ്രമഫലമായിട്ടാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ അനദർ ഫീച്ചർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയി. ഇനി എന്ത് വേണം, കമ്പനിക്ക് അതിൻ്റെ ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ബിൽഡിംഗ് വേണം. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇരിക്കുകയാണ്. വി ക്യാൻ കോൾ ഹിം എസ് എ പ്രീവിയസ് ഓണറുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ഓണർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, സൈൻ ചെയ്യാനൊക്കെ പറ്റും. ബിക്കോസ് എ നാച്ചുറൽ പേഴ്സൺ ആണ്, അദ്ദേഹത്തിന് കൈയും കാലും വിരലുകളും എല്ലാം തന്നെ ഉണ്ട്. ഹീ ക്യാൻ സൈൻ ദിസ് ഡോക്യുമെൻറ്റ്. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റി. ഈ ബിൽഡിങ് ഈ കമ്പനിക്ക് കൊടുക്കുന്ന ഈ ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റും. മൈ ക്വസ്റ്റ്യൻ, കമ്പനി ക്യാൻ സൈൻ, കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ ഈ ഒരു കോൺട്രാക്റ്റിൽ? പറ്റുമോ? ബിക്കോസ് കമ്പനിക്ക് എന്തില്ല, ഫിംഗേഴ്സ് ഇല്ല, ഹാൻഡ് ഇല്ല, അപ്പോൾ ഇതൊന്നും തന്നെ ഇല്ല. അപ്പോൾ കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ? യെസ്, കമ്പനി ക്യാൻ സൈൻ. കമ്പനി ക്യാൻ സൈൻ ത്രൂ ഇറ്റ്സ് കോമൺ സീൽ. ഇറ്റ്സ് ദ അനദർ ഫീച്ചർ ഓഫ് കമ്പനി. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് കമ്പനി. കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ നെയിം ഈ ഒരു സീലിനകത്ത് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെയിം, കമ്പനിയുടെ ഒരു നെയിം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീലിനകത്ത്. ഇത് പതിപ്പിക്കുന്ന ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, അതായത് കമ്പനിയുടെ നെയിം ഇൻറ്ററാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സീൽ പതിപ്പിക്കുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാലിഡ് കോൺട്രാക്റ്റ്. ആൻഡ് കമ്പനി സൈനിങ് ത്രൂ ദിസ് കോമൺ സീലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഡോക്യുമെൻറ്റുകളിലെല്ലാം സൈൻ ചെയ്യുന്നത്. അപ്പം കമ്പനിക്ക് എന്തെങ്കിലും കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനി സൈൻ ചെയ്യുന്നത് ഈ ഒരു സീലിലൂടെയാണ്, കമ്പനിയുടെ ഈ ഒരു കോമൺ സീലിലൂടെയാണ് സൈൻ ചെയ്യുന്നത്. നെയിം ഈ സീലിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ ഒരു സീലിലൂടെ എന്ത് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, കമ്പനി എൻ്റർ ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകൾ എന്താവുന്നു, വാലിഡ് ആകുന്നു. ഓക്കെ, അപ്പം കമ്പനിക്ക് എന്ത് കിട്ടുന്നു, കമ്പനി കോമൺ സീൽ സൈൻ ചെയ്ത് കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കമ്പനി ഈ പ്രീവിയസ് ഓണർക്ക് എമൗണ്ടൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ബിൽഡിംഗ് കരസ്ഥമാക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ എന്തായി, ഈ പ്രോപ്പർട്ടി ആയി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, ഈ കമ്പനിയുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോപ്പർട്ടി
ഈ ഇപ്പം ഞാൻ പറഞ്ഞു ഈ കമ്പനി എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികൾ ചേർന്നിട്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ റിട്ടേൺ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, കമ്പനിയിൽ നിന്നും ഷെയർസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് കിട്ടിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന് ഈ വ്യക്തികൾക്ക് അവകാശം വല്ലതുമുണ്ടോ? നോ. കമ്പനി ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് കമ്പനി ഗെറ്റ് ഇൻകോർപ്പറേറ്റഡ് ഓർ കമ്പനി ഹാവ് എ ഒഫീഷ്യൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ട് ഇൻ ദ ഐസ് ഓഫ് ലോ. ഓക്കെ, നിയമത്തിൻ്റെ മുമ്പിൽ അതിന് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് വേറെ, കമ്പനി വേറെ. അപ്പം കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ഓർ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്, വാട്ട് എവർ നെയിം നമ്മൾ അവരെ വിളിച്ചാൽ അവർ വേറെ, കമ്പനി വേറെ. കമ്പനി ഡിഫറെൻറ്റ്. അവർക്ക് സെപ്പറേറ്റ്, അവർക്ക് ഒരു എൻറ്റിറ്റി ഉണ്ട്, അവർക്കൊരു ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. ആൻഡ് കമ്പനി ഓൾസോ ഹാവ് എ ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് കമ്പനി, നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് മെമ്പേഴ്സ് ഓർ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ ഓണേഴ്സിൻ്റെയോ ഒന്നും പ്രോപ്പർട്ടി അല്ല. ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കമ്പനിക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് മേൽ ആർക്ക് അവകാശമില്ല? ഈ മെമ്പേഴ്സിനോ ഓണേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഒന്നും തന്നെ റൈറ്റ് ഇല്ല. അപ്പം രണ്ട് ഫീച്ചേഴ്സ് അവിടെ നമുക്കറിയാൻ സാധിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട് അപ്പാർട്ട് ഫ്രം ദ മെമ്പേഴ്സ് ഓർ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് കമ്പനിക്ക് സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണ്. കമ്പനിയുടെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ, കമ്പനിയുടെ ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് കമ്പനി, നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് മെമ്പേഴ്സ് ഓർ ഓണേഴ്സ്. ഓണേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ ഒന്നും പ്രോപ്പർട്ടി അല്ല. അത് ആരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്? കമ്പനിയുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. കമ്പനി ഡിഫറെൻറ്റ്, മെമ്പേഴ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച്, ഈ കമ്പനിക്ക് കുറച്ച് ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് വയ്ക്കുക. അതിൻ്റെ ബിസിനസ് അപ്പാർട്ട് ഫ്രം ഈ മെമ്പേഴ്സ് തന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ കമ്പനി കുറച്ച് ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർ എന്തെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, കാരണം കമ്പനിക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യാം, ലോൺ വാങ്ങിക്കാം, പ്രോപ്പർട്ടികൾ വാങ്ങിക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിൽ നിന്നും കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് റീപേ ചെയ്യാതിരുന്ന ലോണും ഇൻട്രസ്റ്റും കൂടെ ആയിട്ടുണ്ട്. അത് റീപേ ചെയ്യേണ്ട ഡേറ്റ് എത്തിയപ്പോഴും കമ്പനി എന്ത് ചെയ്തിട്ടില്ല? റീപേ ചെയ്തിട്ടില്ല. സോ ബാങ്ക് എന്ത് ചെയ്യുന്നു? കോർട്ടിൽ പോകുന്നു. കോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? കേസ് ഫയൽ ചെയ്യുന്നു. ആർക്ക് നേരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്? കമ്പനിക്ക് നേരെ എന്ത് ചെയ്യുന്നു? കേസ് ഫയൽ ചെയ്യുന്നു. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ആസ് എ നാച്ചുറൽ പേഴ്സൺ നമ്മൾ ഇൻഡിവിജ്വൽസിനെതിരെ എന്ത് ചെയ്യാറുണ്ട്? കമ്പനി ഈ കോടതിയിൽ കേസിന് പോകും, നമ്മൾ പോകുന്നുണ്ട്, നമുക്കെതിരെ ചില വ്യക്തികൾ കേസ് കൊടുക്കാറുണ്ട്. അപ്പം കമ്പനിക്കെതിരെ കേസിന് പോയേക്കുന്നു കോർട്ടിൽ. ഇസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അത് പോസിബിളാണ്. ബിക്കോസ് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇറ്റ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു ലീഗൽ ഐഡൻറ്റിറ്റി സെപ്പറേറ്റ് ഉണ്ട്. സോ എന്ത് ചെയ്യാം? ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ആൻഡ് അറ്റ് അനദർ ഫീച്ചർ, കമ്പനി ക്യാൻ ബി സ്യൂഡ് ആൻഡ് ബി സ്യൂഡ്. അതായത് കമ്പനിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കമ്പനിക്ക് ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, കമ്പനി വേറെ മെമ്പേഴ്സ് വേറെ. ഇപ്പോൾ കമ്പനിക്ക് ഈ മെമ്പേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കേസ് ഇവർക്കെതിരെ ഫയൽ ചെയ്യാം. അതുപോലെ കമ്പനിക്ക് നേരെയും എന്ത് ചെയ്യാം? ആർക്കെങ്കിലും എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എറ്റ് അനദർ ഫീച്ചർ എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനിക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. അതുപോലെ കമ്പനിക്കെതിരെയും എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്
ഓക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ബാങ്കിന് കുറച്ച് പൈസ ലോൺ റീപേ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടും കമ്പനി റീപേ ചെയ്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് ഈ ബാങ്കിന് ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ എമൗണ്ട് ഈടാക്കാൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ തന്നെയാണ്, കമ്പനി ഡിഫറെൻറ്റ് ആൻഡ് മെമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ബാങ്കിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ മെമ്പേഴ്സിനെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കാനായിട്ട് പറ്റത്തതേ ഇല്ല. ഓക്കെ. കാരണം അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി, ഈ ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ആരുടെ എന്ന് പറയുന്നത്? ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി ഇസ് ലിമിറ്റഡ്. ഓക്കെ.